നമ്മൾ പല ആൾക്കാരും ചിന്തിക്കുന്ന കാര്യമാണ് ഒരു പ്രത്യേക വയസ്സ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഹൈറ്റ് വെക്കാത്തത്, നമ്മൾ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്. അത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ്. ഇന്ന് നമുക്ക് ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്റ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് പിന്നെയും ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൊണ്ടാണ്. നമുക്ക് നന്നായിട്ട് തടിയുണ്ട്, വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡയറ്റൊക്കെ എടുത്തും എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ആ വെയിറ്റ് കുറയ്ക്കും. വെയിറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വെയിറ്റൊക്കെ വിൽക്കാൻ നോക്കും. അപ്പോഴും നമ്മളെ പ്രശ്നമായിരിക്കും ഹൈറ്റ്. നമ്മുടെ മനസ്സിലാഗ്രഹമുള്ള പോലെ അത്രയും ഹൈറ്റ് നമുക്ക് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു സ്പെസിഫിക് ഏജ് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈറ്റ് വെക്കുന്നില്ല എന്നുള്ളത് അപ്പോഴും അവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം അതിന് നമ്മളെല്ലാവരും വിചാരിക്കും ഓക്കെ ഹൈറ്റ് നമുക്ക് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക, അതിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കത്തുള്ളൂ, ഹൈറ്റിൻ്റെ ഒരിക്കലും വെക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് ഹൈറ്റ് വെക്കാനും ഒത്തിരി വഴികളുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് വീട്ടിലിരുന്നിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അതുല്യ എന്നാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് കാണാം. കാരണം നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ടാണ് കണ്ടു തുടങ്ങുന്നത്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ തുടക്കത്തിൽ ഏതെങ്കിലും നിർത്തിയിട്ടല്ല പറയുന്നത്. അപ്പോൾ എല്ലാ ടിപ്സും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇത് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോഴേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒത്തിരി നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറിനെ പോയി കാണുകയാണ്, അല്ലെങ്കിൽ ഒരു യോഗയൊക്കെ ചെയ്യുന്ന ഒരാൾ, അതായത് യോഗ എക്സ്പേർട്ട്, യോഗയൊക്കെ പഠിപ്പിക്കുന്ന ആൾ, അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പോയിട്ട് നമ്മൾ കണ്ടിട്ട് എനിക്ക് ഹൈറ്റ് വെക്കാനായിട്ടുള്ളൊരു റെമഡി പറഞ്ഞു തരണം, അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു മെത്തേഡ്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. നിങ്ങളിപ്പോൾ ഈ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ തന്നെ ഈ ഒരു മെത്തേഡ് കാണാൻ പറ്റും. വളരെ എഫക്റ്റീവാണ്. 45 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഹൈറ്റ് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഒരു 2 to 3 ഇഞ്ചസ് നമുക്ക് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഈ ഒരു 45 ദിവസത്തിനുള്ളിൽ. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മളിത് ശ്രദ്ധിക്കേണ്ടതും കൂടി ഉണ്ട് ഇത് ചെയ്യുമ്പോൾ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് മുന്നേ തന്നെ ഇതിന് സയൻറ്റിഫിക്കലായിട്ടുള്ളൊരു പ്രൂഫ്, ഇതെങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യുന്നത് വഴി എങ്ങനെയാണ് നമ്മൾ ഹൈറ്റ് വെക്കുന്നത് എന്നുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ആ ഒരു വശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹൈറ്റ് വെക്കാനായിട്ട് കാരണമാകുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. ഈ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസും കെമിക്കൽസുമാണ്. ഈ ഹോർമോൺസും കെമിക്കൽസുമാണ് നമുക്ക് ഹൈറ്റ് വെക്കാനായിട്ട് കാരണമാകുന്നത്. ഈ ഹോർമോൺസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ നിന്ന് പോകുമ്പോഴാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏജിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഹൈറ്റ് വെക്കാത്തത്. ചില ആൾക്കാരിൽ ഒരു 20 വയസ്സാകുമ്പോൾ നിന്ന് പോകും, ചില ആൾക്കാരിൽ 18 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ 30 വയസ്സ് കഴിയുമ്പോൾ. അതിപ്പോൾ ഓരോ ആൾക്കാരിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഹൈറ്റ് ഇല്ല, അപ്പോൾ നമ്മൾ വിചാരിക്കും ഹെറിഡിറ്ററി ആയിട്ടും അങ്ങനെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഹൈറ്റ് ഉണ്ടാവും, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഹൈറ്റ് വെക്കാത്തത്, ഹെറിഡിറ്ററി അല്ലല്ലോ. അപ്പോൾ അത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ വർക്കിംഗ്, അല്ലെങ്കിൽ ആ ഒരു ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഹൈറ്റ് വെക്കുന്ന പ്രോസസ്സ് അവിടെ വെച്ച് നിന്ന് പോകുന്നത്. നമ്മൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്റ്റീവ് ആക്കി എടുത്ത് ഈ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ പിന്നെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹൈറ്റ് വെക്കാനായിട്ട് തുടങ്ങും. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്റ്റീവ് ആക്കാനായിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു 8 മിനിറ്റിനുള്ളിൽ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് റെഡ് സ്കെച്ചും അതുപോലെ ബ്ലാക്ക് സ്കെച്ചുമാണ്. റെഡ് സ്കെച്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സ്കെച്ചും എടുക്കാം. അതിനുശേഷം ഒരു വൈറ്റ് പേപ്പറിൽ ഒരു വട്ടം വരയ്ക്കുക. അതായത് ഏകദേശം ഒരു കടലയുടെ സൈസുള്ള, ഒരു ഗ്രീൻ പീസിൻ്റെ സൈസുള്ള അത്രയും ഒരു വട്ടം വരയ്ക്കുക. അതിൽ കൂടുതൽ സൈസ് ആവാൻ പാടില്ല. ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ വരയ്ക്കുക. അതിനുശേഷം ബ്ലാക്ക് സ്കെച്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബോർഡർ വരയ്ക്കാം. നേരത്തെ വരച്ച സംഭവമാണ്
ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൈമറി ആയിട്ട് ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഇതിൻ്റെ സൈസ് ഈ ഒരു സൈസിൽ കുറയാനോ കൂടാനോ പാടില്ല. അതായത് ഇതൊരു കടലയുടെയോ അല്ലെങ്കിൽ ഗ്രീൻ പീസിൻ്റെയോ സൈസ് ആവാനേ പാടുള്ളൂ. ഇതിൽ കുറയാനും കൂടാനും പാടില്ല. കാരണം നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ ഒരു സൈസാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വരയ്ക്കുമ്പോഴും ഈ ഒരു കറക്റ്റ് സൈസിൽ തന്നെ വേണം. ഇങ്ങനത്തെ ഒരു വട്ടം ആവണം, ഈ ഒരു സൈസ് തന്നെ വേണം. ഇതിൽ കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. ഇനി പേപ്പർ നിങ്ങൾക്ക് ഇങ്ങനെ A4 ഷീറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഒരു ചാർട്ട് പേപ്പർ, വലിയ ചാർട്ട് പേപ്പർ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ചാർട്ട് പേപ്പറിൽ ഇതുപോലെ വരയ്ക്കാം. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വൈറ്റ് മതിലാണെന്നുണ്ടെങ്കിൽ ആ മതിലിൽ എവിടെയെങ്കിലും വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡൊക്കെ ഇല്ലേ, വെള്ള കളറിലെ കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ ഞാനിപ്പോൾ ഇത് എനിക്ക് കാണിക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് ഈ ഒരു പേപ്പർ കാണിച്ചിരിക്കുന്നത്. ഇതായാലും മതി. ഇത് ഒരു മതിലുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റ് ബോർഡോ അല്ലെങ്കിൽ കാർഡ് ബോർഡോ ചാർട്ട് പേപ്പറോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സംഭവം എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുക. നമ്മൾ പറഞ്ഞ പോലെ ഒരു മതിലിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മതിലിൽ വരച്ചാലും മതി. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഇരുന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യേണ്ടത് കേട്ടോ. നിന്നിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടാണ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ നമുക്ക് നിലത്തിരിക്കാം, അല്ലെങ്കിൽ കസേരയിൽ എവിടെയാണെന്ന് വെച്ചിരിക്കാം. പക്ഷേ നമ്മൾ ഇരുന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ചെയ്യുമ്പോൾ ഈ പേപ്പർ നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സ്ഥലവും എൻ്റെ ഫേസ്, ഇപ്പോൾ ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെന്ന് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്ന ഇതും എൻ്റെ ഫേസും ഈ ഒരു പേപ്പറും തമ്മിൽ 30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് പാടുള്ളൂ. അതിൽ കൂടാൻ പാടില്ല. 30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഡോട്ടും ഈ ഒരു നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു സംഭവവും എൻ്റെ ഈ ഒരു ഇവിടുത്തെ നമ്മുടെ ഈ പിരികത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസും തമ്മിലും ഡയറക്റ്റ് ലിങ്ക് വേണം. വെച്ചിട്ട് ഇങ്ങനെ ഒരു ലിങ്ക് ഇവിടുന്ന് ഇങ്ങനെ വേണം. ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് വേണം. എപ്പോഴും നമ്മളിങ്ങനെ വെക്കുമ്പോൾ 30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഇതും നമ്മളുടെ ഈ ഒരു പോയിന്റ് തമ്മിൽ ഇൻ്റർഫേസ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇരിക്കാനായിട്ട്. നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ശ്രദ്ധിച്ചിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഒരു ഹോളിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഹോളിന് നേരെ നമ്മൾ ഇരിക്കുക. അതിനുശേഷം ഈ സാധനം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക. നമ്മൾ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കും. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് തന്നെ 5 മിനിറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ണ് ചിമ്മാനൊന്നും പാടില്ല. കണ്ണിൽ നിന്ന് വെള്ളം വരും, സ്വാഭാവികമാണ്. അപ്പോൾ അത് ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ആ ഒരു കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന സംഭവമൊക്കെ നിൽക്കും. 5 മിനിറ്റ് തന്നെ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ കണ്ണടയ്ക്കുക. കണ്ണടച്ച് കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ ലൈറ്റിലേക്കൊക്കെ നോക്കുകയാണെന്ന് സങ്കല്പിക്കുമ്പോൾ ഈ ലൈറ്റിലേക്ക് നോക്കിയിട്ട് കണ്ണടച്ച് കഴിയുമ്പോൾ ആ ലൈറ്റിൻ്റെ ആ ഒരു ഗ്ലേസിങ് അല്ലെങ്കിൽ ആ ഒരു മിറർ, ഒരു ലൈറ്റ് പോലത്തെ ഒരു ഇമേജ് നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിലേക്ക് നമ്മളിങ്ങനെ നോക്കിയിട്ട് 5 മിനിറ്റ് നോക്കിയിട്ട് കണ്ണടച്ച് കഴിയുമ്പോഴും ഈ സെയിം ഇമേജ് തന്നെ നമ്മൾക്ക് ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണടച്ച് കഴിയുമ്പോൾ ആ ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് തോന്നും. ആ ഇമേജിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് 2 മിനിറ്റ് ഇരിക്കണം. പിന്നെ 2 മിനിറ്റ് ആ ഒരു ഇമേജിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അതിനുശേഷം കണ്ണ് തുറന്ന് നമുക്ക് നോർമലാവും. ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മെഡിറ്റേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതൊരു മെഡിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി അതെന്തൊക്കെയാണ് നോക്കാം. നമ്മളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ സൈസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കാം. ഒരു കടലയുടെ അല്ലെങ്കിൽ ഗ്രീൻ പീസിൻ്റെ സൈസായിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ നമ്മളിത് പ്ലേസ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ, ഫേസും ഈ ഒരു പേപ്പറും തമ്മിൽ 30 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഈ പോയിന്റും നമ്മളുടെ ഈ ഒരു പിരികത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു പോയിന്റുമായിട്ട് ഇൻ്റർഫേസ് വരെയും വേണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഇരുന്നിട്ടായിരിക്കണം ചെയ്യേണ്ടത്. റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നിങ്ങളൊരു റൂമിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹോളിലായിക്കോട്ടെ എവിടെയെങ്കിലും നമുക്ക് ഇതിരുന്ന് ചെയ്യാവുന്നതാണ്. ഇന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ചെയ്യണമെന്നില്ല. ഇന്ന് ഇത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയത്ത് ചെയ്യണമെന്നില്ല. രാവിലെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ രാത്രി ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള സ്ഥലം സെലക്ട് ചെയ്യാം. പക്ഷേ ഈ നമ്മൾ ഇരുന്ന് ചെയ്യുന്ന സ്ഥലത്ത് യാതൊരു ഡിസ്റ്റർബൻസസും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ട്, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അനിയത്തിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കാം, ഞാനിങ്ങനെ ഒരു മെഡിറ്റേഷൻ ചെയ്യാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളതൊന്ന് പറഞ്ഞേക്കുക. കാരണം ഇത് മെഡിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കംപ്ലീറ്റ് കോൺസെൻട്രേഷനാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുമ്പോഴും കണ്ണടച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് കോൺസെൻട്രേഷനാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പം നിങ്ങൾ ഇതിന് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യേണ്ട സ്ഥലവും സമയവും നമ്മൾക്ക് ഈ ഒരു കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള സമയവും സ്ഥലമായിരിക്കണം.
നിങ്ങൾ ഇന്ന് ചെയ്തു നാളെ ചെയ്തു നിങ്ങൾ ഹൈറ്റ് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. ഒരാഴ്ച ചെയ്തു എങ്കിലും ഹൈറ്റ് വെക്കില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യരുത്. 45 ദിവസം ഇത് കറക്റ്റായിട്ട് ഒറ്റ ദിവസം പോലും വിടാണ്ട് നിങ്ങൾ ഡെയിലി ചെയ്യണം. എന്നിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് നിർത്തിയാൽ മതി. 45 ദിവസം ഇതിൻ്റെ ടൈമാണ്. 45 ദിവസം കൊണ്ട് മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. നമുക്ക് 1-2 ഇഞ്ച് കൂടണം എന്നുണ്ടെങ്കിൽ വരെ നിങ്ങൾ ഈ 45 ദിവസം കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 45 ദിവസം ചെയ്യാതെ ഇപ്പോൾ ഒരു രണ്ടാഴ്ച ചെയ്ത് 3 ആഴ്ച ചെയ്തിട്ട് നിർത്തിയിട്ട് എനിക്ക് ഹൈറ്റ് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് 45 ദിവസം ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഹൈറ്റ് മെഷർ ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഹെൽപ്പോട് കൂടിയിട്ട് എവിടെയെങ്കിലും ഹൈറ്റ് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് മാത്രം ഇത് ചെയ്ത് തുടങ്ങുക. കാരണം നമുക്ക് ഇത് ഒരു 45 ദിവസത്തിനുള്ളിൽ ഇൻക്രീസ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ഈ 1 ഇഞ്ചും 2 ഇഞ്ചും ഹൈറ്റ് വ്യത്യാസമൊന്നും പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഒരു 4-5 ഇഞ്ചൊക്കെയാണ് കൂടുമ്പോഴാണ് നമുക്ക് ഈ ഹൈറ്റ് വെച്ചെന്നുള്ള ആ ഒരു നമുക്ക് ഒരാളെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആരുടെയെങ്കിലും ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾ ഹൈറ്റ് ഫസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു 45 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ 45 ദിവസം ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും അടുത്ത 45 ദിവസം ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഹൈറ്റ് എത്തുന്നത് വരെ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. കോൺസെൻട്രേഷനാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു തീം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാവിലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഒരു ഈവനിങ് സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒത്തിരി മെസ്സായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലും അതുപോലെ വർക്കിനൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ രാവിലെ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഫ്രഷ് മൈൻഡ് ആയിരിക്കും. നമ്മൾ എണീറ്റ ഉടനെ തന്നെ നല്ലൊരു മൂഡിൽ അല്ലെങ്കിൽ നല്ലൊരു വൈബായിട്ട് ഇരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. കാരണം കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ ആ ടൈമിൽ. ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകളും കൂടി ചെയ്യുക. അതായത് നമ്മൾ ബോഡിയൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് അങ്ങനെ കയ്യും കാലൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ഡെയിലി. ഇപ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് ഇപ്പോൾ ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ എക്സസൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസ് എങ്കിലും ചെയ്യുക. ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ എല്ലുകളും അതുപോലെ മസിൽസ് എല്ലാം തന്നെ മൂവ് ചെയ്യാണ്, സ്ട്രെച്ച് ചെയ്യാണ്. അപ്പോൾ അത് ഹൈറ്റ് വെക്കാനായിട്ട് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% റിസൾട്ട് വരും. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള ആരോട് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം, ഉറപ്പായിട്ട് അവൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ തന്നെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഒത്തിരി പേര് ഇത് ചെയ്തതായിട്ടും അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. ഇത് വരയ്ക്കുന്ന സംഭവമാണെങ്കിലും അതുപോലെ ഇതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ സംഭവമാണെങ്കിലും ഇത് ചെയ്യുന്ന സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴായാലും ആ ഒരു കറക്റ്റ് മെത്തേഡ് തന്നെ ചെയ്യുക. 45 ഡേയ്സ് തന്നെ അതുപോലെ തന്നെ ആ ഒരു മൈൻഡിൽ തന്നെ കോൺസെൻട്രേഷൻ എന്നുള്ള ഒരു മൈൻഡിൽ തന്നെ ഇത് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ 30 വയസ്സായിക്കോട്ടെ 40 വയസ്സായിക്കോട്ടെ എത്ര വയസ്സായിക്കോട്ടെ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും റിസൾട്ട് ഉണ്ടാവും. ഹൈറ്റ് വെക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് അൺഎക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ഹൈറ്റ് വെക്കാനായിട്ട് ഒത്തിരി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റൽസൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ ഒത്തിരി ക്യാഷ് കൊടുക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒത്തിരി എക്സ്പെൻസീവ് അല്ല. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കൊണ്ടുവന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറെ ആൾക്കാർ വന്ന് കാണുമ്പോൾ അവർക്കും അത് യൂസ്ഫുൾ ആകും. എല്ലാവർക്കും തന്നെ വീഡിയോ ഒത്തിരി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒത്തിരി യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണ് ഇഷ്ടമായെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അവരോടുകൂടി നമ്മുടെ ഫാമിലിയിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറയുക. ഇതുപോലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.